ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഇവിടെ ഡോൺകാസ്റ്ററിലുള്ള ലേക്ക് സൈഡ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. അപ്പം നമ്മൾ സൺഡേസിൽ അവിടെ ലേക്ക് സൈഡ് വില്ലേജിനകത്ത് നമുക്കൊരു സൺഡേ ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസും അതുപോലെ തന്നെ ജാക്കറ്റ്സ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് വളരെ റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഡോൺകാസ്റ്റർ ഏരിയയിലുള്ളവരാരെങ്കിലും ഇതുവരെ സൺഡേ മാർക്കറ്റിൽ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി പോകണം. നമുക്ക് ഒത്തിരി പ്രോഡക്റ്റ്സ്, അതും ന്യൂ പ്രോഡക്റ്റ്സ് നമുക്ക് ഭയങ്കര റീസണബിൾ റേറ്റിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ലേക്ക് സൈഡ് വ്യൂ ഉണ്ട്, ഒരു ലേക്ക് ഉണ്ട്. അത് നമുക്ക് നടന്ന് കാണാവുന്നതാണ്. നമ്മളിത് തടാകത്തിൻ്റെ അടുത്തെത്താറായിട്ടോ. ഇങ്ങനെ ഇത് ചുറ്റിയിട്ട് നമുക്കിങ്ങനെ നടക്കാം. ലേക്ക് ഇങ്ങനെ ചുറ്റി നടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് മോർണിംഗിലായാലും ഈവനിങ്ങിലായാലും ജോഗിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ അതുവഴി പോകുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ലേക്ക് സൈഡ് ചുറ്റും നടന്ന് മാത്രമേ കാണാൻ പാടുള്ളൂ, വെള്ളത്തിലിറങ്ങാൻ പാടില്ല എന്ന് അവരവിടെ സ്ട്രിക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നോക്കി കാണുന്ന അറ്റത്ത് കാണുന്ന ബിൽഡിങ്സൊക്കെ ഈ ലേക്ക് സൈഡ് ചുറ്റിക്കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിലും ഫ്ലാറ്റ്സും അങ്ങനെ കുറേ ബിൽഡിങ്സ് ഇതിന് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ ഷോപ്സൊക്കെ നിയർ ബൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ലേക്ക് സൈഡിൻ്റെ ചുറ്റും നമ്മൾ എത്രത്തോളം നടക്കാനുണ്ട്, എത്ര ദൂരം ഉണ്ടെന്നൊക്കെ. പിന്നെ ഒരു QR കോഡ് ഉണ്ട്. നമ്മളത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 2 മൈൽസോളം നമുക്ക് ലേക്ക് ചുറ്റി നടക്കാനുണ്ട്. ഏകദേശം ഒരു 3.5 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തോളം ഉണ്ട്. ഈ ലേക്ക് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് തോന്നുന്നത് ഇതൊരു നാച്ചുറൽ റിസോഴ്സ് ആണെന്ന്. പക്ഷേ ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ലീഷർ ആക്ടിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് മാൻമെയ്ഡായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ലേക്കാണിത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഏരിയയിലും അങ്ങനെ വിസിബിൾ അല്ല, ബട്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ കാണുന്ന ഈ മൗണ്ടെയിൻ പോലൊരു സ്ഥലം കാണുന്നുണ്ട്. അവിടെ ആളുകൾ ട്രക്കിംഗ് പോലെ ഇങ്ങനെ പോകുന്നത് കാണാം. അതുപോലെ തന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതും സ്വിം ചെയ്യുന്നതും ഫിഷിങ്ങും അതൊക്കെ അവർ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീപ്പ് വാട്ടറിനകത്ത് സഡനായിട്ടുള്ള ഡ്രോപ്സൊക്കെ ഉള്ളതിനാൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ തന്നെ നമ്മൾ വിൻ്റർ ടൈമിൽ വരികയാണെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രമേ നടക്കാവുള്ളൂ. സ്നോ ഉള്ള ടൈമിൽ നമ്മൾ തെന്നി വെള്ളത്തിലേക്ക് വീഴാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സീസണിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഈവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യും. ലൈക്ക് നമ്മുടെ വാട്ടർ സ്പോർട്സ് ആയിട്ടും അതുപോലെ തന്നെ ഡ്രാഗൺ ബോട്ട് റൈസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ഈവൻ്റൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടന്നു പോണ വഴിക്ക് ഒരു മരം കണ്ടു. ഗൈസ്, ഇത് യൂക്കാലി മരമാണ് കേട്ടോ. നമ്മളതിൻ്റെ എന്തെങ്കിലും ഒരു ഇല എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാൻ.
അപ്പോൾ ഞാനൊരു ഇലയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു യൂക്കാലിപ്റ്റസിൻ്റെ, ഭയങ്കര നാച്ചുറൽ സ്മെല്ല്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ 2 എടുത്തു. നമ്മളിങ്ങോട്ട് വന്നതൊരു ഓട്ടം സീസൺ ടൈമിലാട്ടോ. അതുകൊണ്ട് തന്നെ നിറയെ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞെടുക്കുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പറ്റാവുന്ന ദൂരം നടക്കാമെന്നൊക്കെ കരുതി ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഈ പാടത്തൊക്കെ കാണുന്ന ഒരു ചെടി പോലെ തോന്നി. ഏകദേശം അതുതന്നെയാണെന്ന് തോന്നുന്നു. ഇത് ലേക്ക് ഫുള്ള് ചുറ്റിയിട്ട് കുറേ അപ്പാർട്ട്മെൻറ്റ്സും വില്ലാസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ലൊരു വ്യൂ ആയിരിക്കും അവിടെ ഉള്ളവർക്ക് കിട്ടുന്നത്. നമ്മൾ നടക്കുന്നതോറും മഴക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു. എന്നാലും കുഴപ്പമില്ലയെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഓട്ടം സീസണിലാണെന്ന്. അപ്പോൾ അതിൻ്റെയാണ് ഈ ലീവ്സൊക്കെ ഇങ്ങനെ നിലത്തിങ്ങനെ കുറേ അധികം വീണ് കിടക്കുന്നൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നപ്പോഴേക്കും മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചു നടന്നു. അങ്ങനെ മഴയായി തുടങ്ങിയപ്പോൾ നമ്മളവിടെ അടുത്തുള്ളൊരു മെക്ഡൊണാൾഡ്സിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് മഴയൊന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ നിങ്ങളെ കാണുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.